അപ്പം എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? ന്യൂസിനകത്തും സോഷ്യൽ മീഡിയ വഴിയും എല്ലാം നമ്മൾ ഈ ഒരു വാർത്ത കാണുന്നുണ്ട്. ഭാര്യയില്ലാത്ത സമയത്ത് ഭർത്താവ് കാമുകിയെ വിളിച്ച് വരുത്തിയിട്ട് കൊന്നു കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചെന്ന്. അതും നാവികസേന ഉദ്യോഗസ്ഥനാണ് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാം, ഭാര്യയും മക്കളും ഉണ്ടെന്നറിഞ്ഞിട്ടും ഇവളുമാരൊക്കെ ആണുങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അവൾക്കറിയാമല്ലോ, അവളൊരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിനെ വഞ്ചിക്കുമ്പോഴും അവൾക്കുണ്ടാകുന്ന ഒരു വിഷമവും വേദന എന്താണെന്ന് ഇവൾക്കറിയാമല്ലോ. ഇവൾ എന്തുകൊണ്ടത് ചിന്തിച്ചില്ല? അപ്പോൾ ഇവൾക്ക് ഇത് വരേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്നറിയാം, ഇത്രയും രോഷമായിട്ട് പറയുന്നത് ഞാനൊരു ഭാര്യ ആയതുകൊണ്ട്. നമ്മുടെ ഭർത്താവിനെ ഇതുപോലെ മറ്റൊരു പെണ്ണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് ഒന്നും അറിയാതെ അവരേന്നും പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. പക്ഷേ ഇപ്പുറത്തൂടെ നടക്കുന്ന എന്താണെന്ന് നമ്മളറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവളുമാർക്ക് ഇത് ബാധകം തന്നെയാണ്. കാരണം മറ്റൊരു പുരുഷനെ തേടാതെയും പോകാതെയും ഒന്നും ചെയ്യാതെ അവനവൻ്റെ പുരുഷനെയും മക്കളെയും മാത്രം നോക്കി ജീവിക്കുന്ന നല്ലവരായ കുറേയധികം സ്ത്രീകളുണ്ട്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്നവരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ളവളുമാർക്ക് ഇങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെ വരണം. ഇപ്പം ആർക്ക് പോയി? അവക്കും പോയി, ആ ചെയ്തവനും പോയി. അപ്പം ഭാര്യ രക്ഷപ്പെട്ടില്ലേ? ഈ ഭാര്യ അറിയാതെ നടത്തിയ ബന്ധമല്ലേ? ഇന്ന് ഈ ലോകം മൊത്തം അറിഞ്ഞില്ലേ? ഇതെല്ലാം പറയുന്നത് മണ്ടയ്ക്ക് ഒരാൾ ഇരിപ്പുണ്ട്. ആ പുള്ളിയെ പറ്റിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവക്കിത് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവളെ വെട്ടി ഞുറുക്കി ഫ്രിഡ്ജിനകത്ത് ആക്കി മറ്റവനെ ഇപ്പം പോലീസിൻ്റെ പിടിയിലുമായി. ഇപ്പം ഭാര്യയ്ക്ക് എന്തായാലും ഇത് കുറച്ച് നാളത്തെ വിഷമം കാണുമായിരിക്കും, എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അത്യാവശ്യം തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ, അവൻ അത് തന്നെ വേണം. അവന് കോടതിയും കേസുമായിട്ട് കുറേ നാൾ അങ്ങനെ അവനങ്ങ് പോട്ടെ. അത് ഭാര്യയെ വഞ്ചിച്ചതിനുള്ള ശിക്ഷ. പിന്നെ ഇത്രയും ഇപ്പുറത്ത് നിർത്തി വേറൊരുത്തിയും കൂടെ, ഭാര്യയും മക്കളും ഉണ്ടായിട്ട് ഇപ്പുറത്ത് നിർത്തി മറ്റൊരുത്തിയും കൂടെ സ്നേഹിച്ചതിന് ഇതൊരു വലിയൊരു ഉദ്യോഗസ്ഥൻ ചെയ്ത് വെച്ച പണിയാണ് കേട്ടോ. ഇതിനകത്തൊന്നും ചിലപ്പം ചാനലിനകത്തൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒക്കെ എനിക്ക് ഈ പറഞ്ഞതുകൊണ്ട് ചിലപ്പം വന്നേക്കായിരിക്കും. പക്ഷേ ചാനൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പറയാനുള്ളത് പറയണം കേട്ടോ. ഇനിയെങ്കിലും ഉള്ളവളുമാരൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഭർത്താവിനെയൊക്കെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് കണ്ടവൻ്റെയൊക്കെ പുറത്ത് കയറി പോകുന്നവളുമാരെ, സുഖം തേടി പോകുന്നവളുമാരെ ഒക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പറയൂ. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ യൂട്യൂബ് ചാനലായാലും എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പം പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇപ്പം നാട്ടിൽ മൊത്തം നടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഭർത്താവിനെ മക്കളെ ഇട്ടിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നു, ഭാര്യയും മക്കളെ ഇട്ടിട്ട് മറ്റൊരുത്തിയുടെ കൂടെ പോകുന്നു. ഇതൊക്കെ തന്നെ ഇപ്പം നടക്കുന്നത്. ഇതിനെല്ലാം ഈ ആണിൻ്റെ ശത്രു ആണും പെണ്ണിൻ്റെ ശത്രു പെണ്ണും തന്നെയാണ് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അതും കൂടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇച്ചിരിയും കൂടെ ഒന്ന് ഒതുങ്ങുമെന്ന് തോന്നുന്നു ലോകം.